Hello guys, welcome to our channel or welcome back to our channel. I hope you guys are doing well and staying safe. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനാണെങ്കിൽ എന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പം ഞാൻ രാവിലെ ഒരു 8 മണിയായപ്പോൾ എണ്ണീറ്റ്, അല്ലാത്തപ്പോൾ ക്ലാസ് ഇല്ലാത്തപ്പോൾ ഒരു 9 മണിക്ക് എണ്ണീക്കും. വീക്കെൻഡിലല്ലേ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും. അല്ലാത്തപ്പോൾ എന്നും രാവിലെ കോഴി പോകുമ്പോൾ 6 മണിക്ക് എണ്ണീക്കട്ടെ. നമ്മൾ 6 മണിക്ക് എണ്ണീക്കുമ്പോൾ ഞാൻ ഓർക്കും, തലേന്നേ ഓർത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ എണ്ണീറ്റൊരു വീഡിയോ ഒക്കെ ചെയ്യണം, സ്കൂൾ ഡേ വ്ളോഗൊക്കെ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ അതിനൊന്നും പറ്റത്തില്ല, എൻ്റെ മടി എനിക്കാണ്. രാവിലെ എണ്ണീറ്റിട്ട് അത് പറ്റത്തേയില്ല. രാവിലെ എണ്ണീക്കുക വേണം, അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് സെറ്റാക്കണം, ക്യാമറ സെറ്റാക്കണം. ഞാൻ 6:30 ഒന്ന് ഉറക്കത്തിൽ നിന്നൊന്ന് ശരിയായി വരാൻ. 7:30 എനിക്ക് സ്കൂളിലോട്ട് പോകാൻ വേണേ. കറക്റ്റ് സമയത്ത് ഒന്നില്ല, അന്നത്തെ ദിവസത്തെ അറ്റൻഡൻസും കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വീഡിയോ ചെയ്യാത്തത്. സമയമൊക്കെ ഉണ്ട്, പക്ഷെ മടി, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റു. രാവിലെ ഒരു 8 മണിയായപ്പോൾ എണ്ണീറ്റ് അമ്മ ഒന്ന് വിളിച്ചു നോക്കി. കാരണം ഇന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ എണ്ണീറ്റ് എന്താണ്ട് ഒരു സ്വപ്നം കണ്ട് എന്നുവെച്ചാൽ ഉറക്കം പോയിട്ട് ഞാൻ അവിടെ കണ്ണുറന്ന് കിടക്കുമായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റ് സ്കിൻ കെയറിന് വേണ്ടി കൈ കെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്ത് വെച്ചു. ഒരു ലിപ് ബാം ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഫേസ് വാഷ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ടോണർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ഥിരം അപ്ലൈ ചെയ്യുന്ന ലിപ് ബാം അപ്ലൈ ചെയ്തു. ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ ലിപ്സിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ആയത്. കാരണം എൻ്റെ ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആവുന്നത്. ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തില്ലേ കൂടി ഡ്രൈ ആവുന്ന ലിപ്സ് എൻ്റേത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേറെ കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ. ഇതൊരുമാതിരി നമ്മുടെ ഏതോ പണ്ട് നിന്ന് ഏതോ ഒരു മുട്ടായുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അടിച്ചങ്ങ് തിന്നാൻ തോന്നും. നമ്മൾ തിന്നാൻ പാടില്ല, ചുണ്ടിത്തേക്കും. പിന്നെ ഞാൻ മുടിയാണെങ്കിൽ ചീപ്പി കെട്ടാന്ന് വെച്ചു. മുടി പിന്നി കെട്ടിയില്ലെങ്കിൽ നന്നായിട്ട് ചെട പിടിക്കും. ഞാൻ ചെട ഇപ്പം എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ പോകേണ്ടതുകൊണ്ട് ഞാൻ പിന്നി കെട്ടി, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് മടക്കിയൊക്കെ കെട്ടത്തുള്ള അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ ഈ പിന്നി കെട്ടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുടി ഒരുമാതിരി പാമ്പിൻ്റെ കൂട്ട് ചുരുണ്ടിയിരിക്കും. അതെനിക്ക് താല്പര്യമില്ല. പാമ്പിൻ്റെ കൂട്ട് എന്തിൻ്റെ കൂട്ട് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ ഒരുമാതിരി വേവി ഹെയർ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നി കെട്ടി എന്നിട്ട് ഫ്രണ്ടൊക്കെ അഴിച്ചിട്ടു. അത് നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയൊക്കെ കെട്ടിയാലും 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ചുരുണ്ട് കയറി മേളിയിരിക്കും. പിന്നെ ഞാൻ ഈ തപ്പുന്നത് എന്തുവാന്ന് വെച്ചാൽ ബണ്ണ്. നമ്മളെല്ലാം ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ബണ്ണ് എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ അത് കാലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് വെച്ച് അപ്പുറത്ത് പോയിരിക്കും, അപ്പുറത്ത് വെച്ച് ഇപ്പുറത്ത് വന്നിരിക്കും. എന്താല്ലേ, ഞാൻ ബണ്ണൊക്കെ കെട്ടി മുടിയൊക്കെ കെട്ടി അതെല്ലാം സെറ്റായി. പിന്നെ ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പോയി പുറത്തൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചിക്കൻ കറിയുമായിരുന്നു. അതൊക്കെ കഴിച്ചാൽ ഞാൻ TV കണ്ടു. ഞാനെപ്പോൾ TV വെച്ചാലും സൂര്യ മ്യൂസിക്കിൽ ഈ ഒരു പാട്ടായിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ TV-യിൽ നല്ല സിനിമയും കാണത്തില്ല. എന്താണെന്നെന്തോ. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പുറത്തോട്ട് പോകാൻ ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഇറങ്ങിയപ്പോൾ 11 മണിയായി. അമ്മ എന്നെ കിടന്ന് വിളിക്കുക, വാന്ന്. ഞാൻ പിന്നെ പോയിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്ന മാമാർത്തിൻ്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസറാണ്. അടിപൊളിയാണ്. നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഞാൻ വന്നിട്ട് മറ്റേ 1% ഹൈലറോണിക് ഡാമാക്കോയുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നു. അത് നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആകും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ വീണ്ടും റീഅപ്ലൈ ചെയ്യണം. സ്കൂളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് ആ ഒരു കാര്യം വെച്ച് ബാക്കി ആ ഒരു സൺസ്ക്രീൻ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുമ്പേ അപ്ലൈ ചെയ്ത ലിപ് ബാം തന്നെ വീണ്ടും അപ്ലൈ ചെയ്തു. അത് ഞാൻ കഴിച്ചപ്പോൾ എല്ലാം എൻ്റെ വയറ്റിൽ പോയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണമല്ലോ. സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, SPF ഉള്ളതുകൊണ്ട് എന്തായാലും പുറത്തോട്ട് പോകുമ്പോൾ വെയിലൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ SPF ഉള്ള ലിപ് ബാം തന്നെ യൂസ് ചെയ്യണം. അതിന് SPF വരുമ്പോൾ 30 ഉണ്ട്. ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ BB ക്രീം അപ്ലൈ ചെയ്തു. പോൺസിൻ്റെ BB ക്രീം ഇവിടെയൊക്കെ തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എന്തായാലും പുറത്ത് കുളിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ കുറച്ച് ഗ്ലോ ഒക്കെ ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഞാൻ ലിപ്സിൽ വന്നിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ലിപ്സ്റ്റിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു
ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത്. അതും മറ്റേ ലിപ് ബാമിൻ്റെ കൂട്ട് ക്രീമി കൺസിസ്റ്റൻസിയാണ്. നല്ല മണമാണ്. അതിൻ്റെ മണം നമ്മുടെ ഏതൊരു ഈ പണ്ടുള്ളൊരു മുട്ടായി ഉണ്ടല്ലോ, പണ്ടല്ല ഇപ്പോഴും ഉണ്ടാകും മുട്ടായി, ഈ ഒരു നമ്മൾ ഈ സാധാരണ പണ്ട് അതൊക്കെ മറ്റേ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുട്ടായി ഉണ്ടല്ലോ, കവറിൽ പൊതിഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പിരിക്കുന്ന ആ ഒരു മുട്ടായിയുടെ ടേസ്റ്റാണ്. പക്ഷെ മണമൊക്കെ അടിപൊളി സാധനം. പിന്നെ ഞാൻ ആ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. പിന്നെ ഐലൈനർ വന്നിട്ട് സാധാരണ അപ്ലൈ ചെയ്യുന്നതിന് മേളിൽ അപ്ലൈ ചെയ്തേ ഉള്ളൂ, കാരണം താഴെ ഇല്ലേ പിന്നെ ഞാൻ വന്നിട്ട് മായ്ക്ക് തുടക്കൊക്കെ വേണ്ടേ. പിന്നെ മേളിലോട്ട് അപ്ലൈ ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് അടുത്താണ് പോകുന്നത്, കൂടുതലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അന്ന് അവിടെ അപ്ലൈ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് ആ 2 മിക്സ് ചെയ്താട്ടോ അപ്ലൈ ചെയ്ത്. കാരണം ഒരെണ്ണം വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ്. ഫോണിൽ കാണുമ്പോൾ എനിക്ക് അത് നല്ല മാച്ചായിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് വലിയൊരു രസമില്ല. അതുകൊണ്ട് ഞാൻ 2 മിക്സ് ചെയ്തായിട്ട് അപ്ലൈ ചെയ്തത്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് സ്മച്ച് പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫ് അല്ല. ഒന്ന് തേച്ചാലും മച്ചാലും അത് പോകും എന്നുള്ളത് കൊണ്ടും അത് ഡ്രൈ ആവത്തില്ല. നമ്മൾ ഇപ്പം എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് കൂടെ വെച്ചിട്ട് 2 മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ആയിരുന്നു. എന്താണേലും പോവും, എന്നാലും കുഴപ്പമില്ല, കാണാൻ വലിയൊരു ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, അതേ സാധനം തന്നെ ഞാൻ എടുത്തിട്ട് കവളത്ത് വിട്ടു. ഞാൻ ഇറങ്ങിയപ്പോൾ അമ്മ വെച്ച് ഇന്ത്യ കവളത്തൊക്കെ നീ വരച്ച് വെച്ചേക്കുന്നതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ടാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പുറകെ ഇരുന്ന ഒരാൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം നമ്മളെവിടെ പോകുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരുങ്ങി പോകണമല്ലോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് നൈസല്ലേ. അത് കഴിഞ്ഞ് ഞാൻ മുടി എന്നും സാധാ കിട്ടുന്ന പോലെ കുതിരവാല് പോലെ കെട്ടി വെച്ചു. കാരണം നീട്ടി അല്ലാണ്ട് അഴിച്ചിടുവാണെങ്കിൽ മുടി പെട്ടെന്ന് ചട പിടിക്കും. എൻ്റെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട ടൈപ്പ് ഹെയറാണ്. അതുകൊണ്ട് ഞാൻ മുടി ഒന്ന് മടക്കി ക്ലിപ്പ് കുത്തിയിട്ട് അങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ട് കുറച്ച് ബാങ്ക്സൊക്കെ എടുത്ത് ബാങ്ക്സും പോട്ട് കുറച്ച് മുടിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി പിന്നെ ബില്ലടിക്കാനൊക്കെ നിൽക്കുകയാണ് ഗേൾസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ലിപ്സ് ഡ്രൈ ആവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ലിപ്പ് സ്ക്രബ്. ഇത് അടിപൊളിയാണ്. ദൈവം സഹായിച്ച് എനിക്ക് ഡ്രൈനെസ്, പിഗ്മെൻറ്റേഷൻ അതെല്ലാം ഉള്ളതിന് കൊണ്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ്പ് മാസ്കാണ്. ഇത് വരുമ്പോൾ ഇതിൻ്റെ വേറെ കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ദ പീച്ച്, റോസ്, പിന്നെ ഗ്രീൻ ആപ്പിൾ, കാതമൺ. ഞാൻ മേടിച്ച മിൻ്റാണ് കേട്ടോ. മിൻ്റ് അടിപൊളിയാണ്. ഇതൊരുമാതിരി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്നൊരു മണം എനിക്കിഷ്ടമല്ല. പിന്നെ അതിൻ്റെ ഒരു ഓയിലി കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ വലിയ കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ വലിയൊരു രസമില്ല. എന്നാലും പക്ഷെ നമ്മുടെ ലിപ്സിൽ നല്ല ഡ്രൈനെസ് ഒക്കെ മാറ്റും കേട്ടോ. ആ ഒരു മണത്തിൻ്റെ കുഴപ്പമേ ഉള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം നമ്മുടെ ഭയങ്കര ഹാർഷായിട്ടുള്ള സ്ക്രബല്ല, അത്യാവശ്യം ഒരു തരിതരിപ്പൊക്കെ ഉണ്ട്. എന്നാലും വീക്ക്ലി ട്വൈസ് വെച്ച് യൂസ് ചെയ്യാൻ അടിപൊളി. നമ്മുടെ ലിപ് സ്ക്രബ് ആണെങ്കിലും ഫേസ് സ്ക്രബ് ആണെങ്കിലും ഒന്നും ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, എല്ലാം വീക്ക്ലി ട്വൈസ് വെച്ചിട്ടേ യൂസ് ചെയ്യാവൂ. സ്ക്രബൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാർഷായിട്ടുള്ള ഒന്നുമുള്ള യൂസ് ആക്കാണ്ട് ജസ്റ്റ് നമ്മുടെ ഫേസിന് പറ്റുന്ന അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതങ്ങനത്തെ ഒരു സാധനം. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 165 മറ്റോ ആണ് കേട്ടോ. അതതിൽ അടിപൊളി നമ്മുടെ ലിക്വറൈസും അങ്ങനെയുള്ള എല്ലാം ഇതിനകത്തുണ്ട്. ഹെർബൽ കണ്ടൻ്റ് ഉള്ള ഒരു ലിപ് സ്ക്രബാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. ആസ് യൂഷ്വൽ നമ്മൾ ലിപ് മാസ്ക് ആണെങ്കിലും ലിപ് സ്ക്രബ് ആണെങ്കിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് അത് കഴിയുമ്പോൾ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. ഓക്കെ, എൻ്റെ ലിപ്പിൻ്റെ അത്യാവശ്യം ഒരു ഡ്രൈനെസ്സും ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ ഈ ഒരു ലിപ് ബാമും ഈ ഒരു ലിപ് സ്ക്രബിൻ്റെ അത്യാവശ്യം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം എൻ്റെ ലിപ്സ് നന്നായിട്ട് ഡ്രൈ ആവും ഞാൻ ഇതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂവിയൊക്കെ കാണാമെന്ന് വെച്ച് ഞാൻ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് തോന്നുന്നു ഒരു പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മണ്ടത്തരം, എവിടെ പോയാലും മണ്ടത്തരത്തിനൊരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തിനോ അതിനകത്ത് റെഡ് ചില്ലിയുടെ സോസ് ഒഴിച്ചു. ജസ്റ്റ് ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്തത്. അട്ടർ ഫ്ലോപ്പ്, അത് ഫ്ലോപ്പായിപ്പോയി ഗൈസ്. എന്നാലും ഞാൻ തന്നെ ഫുള്ള് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂവി കണ്ടായിരുന്നു. ആ മൂവിയുടെ ഞാൻ പകുതിയെ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാമെന്ന് വെച്ച്. പിന്നെ എനിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എനിക്ക് വായിക്കാമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാമെന്ന് വെച്ചു. പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിസിക്സ് പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫിസിക്സ് പഠിച്ചു. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 വീക്സായി.
അപ്പോഴത്തേക്കും അത്യാവശ്യം പോർഷൻസൊക്കെ പഠിപ്പിച്ചു. അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടല്ല, നമുക്ക് മൂടുള്ളപ്പോഴേക്കല്ലേ പഠിക്കാൻ പറ്റും. അപ്പം എനിക്ക് ആ സമയത്ത് മൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്ത് പഠിക്കാമെന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച സമയമായി. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ടായിട്ട് നോട്ട് എഴുതി വെക്കുന്നത് നമുക്ക് പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സോ നമ്മൾ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ നോട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും ഇനി പഠിക്കാൻ മൂടില്ലാത്തപ്പോഴാണെങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും. എനിക്ക് എന്ത് ഞാൻ എഴുതി വെച്ചേക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കിൻ്റെ പേരെന്തായിരുന്നു, അവ ഞാൻ മറന്നുപോയി. എന്തൊരു ബുക്കായിരുന്നു ഞാൻ മറന്നുപോയി ഗൈസ്. ഒക്കെ അറിയാവുന്ന സാധനമായിരിക്കും. അത് പഠിക്കാം. അത് വെച്ചിട്ട് എഴുതി വെക്കുക, കുറച്ചുകൂടി നൈസായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ആക്കിയിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ ഞാൻ പഠിച്ചൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഇനി പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തിട്ട് ജസ്റ്റ് തോന്നിയുള്ളായിരുന്നു. ഞാൻ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. ആ ഒരു ക്ലൈമറ്റ് കാണാൻ നല്ല രസമല്ലേ, അതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ലേറ്റായിരുന്നു ഫുഡ് കഴിക്കാൻ. എന്നും 2 മണിക്ക് കഴിക്കുന്നതാണ്, ഇന്ന് 3 മണിയായിരുന്നു. ഞാനൊന്നും എന്താണ്ടൊക്കെയോ കഴിച്ചിട്ടാണ് വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. ആസ് യൂഷ്വൽ ചോറ്, മീൻ, പിന്നെ പച്ചടി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ ഇത്രയും കഴിച്ചു. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിച്ചാൽ ഞാൻ വേറെ സാധനം ഉണ്ടാക്കി ഗായ്സ്. ഞാൻ പറഞ്ഞ ഈ സാധനമായിട്ട് കേട്ടോ. ഇത് എന്താ, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണമല്ലോ. ഞാൻ യൂട്യൂബിലാണോ ഇൻസ്റ്റയിലോ കണ്ട് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് വെച്ചിട്ട് അത് വേറെ ഷേപ്പായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ ഓർത്തു ഈ ഒരു ഷേപ്പിൽ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാതെ. അതിന് വേണ്ടത് 2 ഹെർട്ടും കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യണം കേട്ടോ. അമ്മ എന്നോട് ഞാൻ അത് ഉണ്ടാക്കി കഴിയാറായപ്പോൾ ഇതിൻ്റെ അവിടെ ശരിയായില്ല, കുറച്ചുകൂടെ വളയണം. ഞാൻ ഈ ഹേർട്ട് തന്നെ ഒരു 2-3-5 വണ്ണം വരച്ച് കഴിഞ്ഞിട്ടാണ് ശരിയായത്. അമ്മയ്ക്കറിയത്തില്ലല്ലോ, എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലെന്നോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ കൂടെ വേറെ ലൈനൊക്കെ വരയ്ക്കാം. നമ്മൾ ഈ ഒരു അസ്തെറ്റിക് പോലെയൊക്കെ ഒന്ന് വരയ്ക്കാൻ നോക്കിയുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നീളത്തെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾ ഈ ബുക്കിൻ്റെയൊക്കെ സൈഡ് മടക്കത്തില്ലേ, മാർജിൻ പോലെ, അതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വെട്ടാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അതൊന്ന് വെട്ടുന്നത് ഇങ്ങനെ കുളുകുണാൻ വെട്ടുമ്പോൾ അത് ശരിയാവത്തില്ല. കഴിഞ്ഞിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം, ഒരു മതിൽ പോലെയൊക്കെ. അങ്ങനെ 2 സൈഡും വെട്ടിക്കളയണം. കാണുമ്പോൾ ഓർക്കും എളുപ്പമാണ്, പക്ഷേ വെട്ടുന്ന കുറച്ച് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. വെട്ടുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് പരിപാടി. അത് കഴിയുമ്പോൾ എല്ലാം സെറ്റാണ്. പിന്നെ നമ്മുടെ അല്ലാത്തൊരു പേപ്പറില്ലേ, ഇത് ഞാൻ ജസ്റ്റ് A4 സൈസ് പേപ്പറിലൊന്നും ചെയ്ത് നോക്കിയതാണ്. അല്ലാത്ത കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാണെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പോഴാണെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി ഭംഗി കാണും. ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പേപ്പറിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ ഇത് എത്ര സൈസ് നീളത്തിലാണ് ഇത് വെട്ടേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഹാർട്ടിൻ്റെ സൈസ് അളവെടുത്തിട്ട് വെട്ടിയാൽ മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തോ ഒരു ഇതിന് ഞാൻ എടുത്തത് കറക്റ്റ് സൈസായിരുന്നു. പിന്നെ ഇനി അധികം വരുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കത്രി വെച്ചിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. ഇത് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ 2 സൈഡും ഒരുമാതിരി രാജാവിൻ്റെ കിരീടം പോലെ ഇരിക്കും. അത് അവിടെ നമ്മൾ പശ ഒട്ടിച്ച് കൊടുക്കണം, ഈ കൂർത്തിരിക്കുന്നതിൻ്റെ മണ്ടയിൽ. അങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ച് കൊടുക്കുക. പശ തേച്ച് കഴിയുമ്പോഴാണ് അടുത്ത ടാസ്ക്. നമ്മൾ കറക്റ്റ് ഷേപ്പിനല്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറേ തെറ്റുകൾ വരുമല്ലോ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാനത് കട്ട് ചെയ്ത ഷേപ്പ് വേറെ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അതാട്ടോ കറക്റ്റ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്തായിരുന്നു, അത് തെറ്റാട്ടോ.
അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്താ ഈ പറയുന്നത്? ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആ ഹാർട്ടിന് ചുറ്റിനുമായിട്ട് ഈ പശ വെച്ച കൂർത്ത ഭാഗം അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം, ചരിച്ച് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണ്ടയിൽ വേറൊരു ഹാർട്ടോട് ഒട്ടിക്കുമ്പോൾ ഹാർട്ട് രണ്ടോടെ പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതാണ് സംഭവം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്നത് നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തവളം പശ വെച്ചിട്ട് വേണേൽ ഒട്ടിക്കാം. കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം അല്ലെങ്കിൽ എന്താ ഒരുമാതിരി തെള്ളിപ്പിടിച്ചിരിക്കും, അതൊരു ഭംഗി കാണില്ല. ഓക്കെ, ഇതേ ഇങ്ങനെ ഇരിക്കുക സംഭവം. ഞാൻ ഈ കമ്പ്യൂട്ടറിലൊരു ഗെയിം ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എനിക്ക് ഇത് അവസാനം ഉണ്ടാക്കി പെയിൻ്റെല്ലാം അടിച്ച് കഴിയുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. ഞാൻ അവസാനം കാണിക്കാതെ എങ്ങനെ ഇരിക്കുമെന്ന്. ഇത് ഇങ്ങനെ ഇരിക്കും, ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട്, ആദ്യമായിട്ടായിരുന്നു ആയതുകൊണ്ട്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇനി ഞാൻ പോയിട്ട് കുളിക്കാൻ പോവാണ്. ഇപ്പോഴത്തേക്കിന് ഒരു 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 5 മണി കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് ഞാൻ ആദ്യം റോസ്മേരിയുടെ ടോണർ തലയിൽ അപ്ലൈ ചെയ്തു. ഞാൻ ടോണറായിട്ട് ഉണ്ടാക്കിയതാ. എന്ന് വെച്ചാൽ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് വെച്ചിട്ട് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. എന്ന് വരുമ്പോൾ ഞാൻ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് കടയിൽ നിന്ന് മേടിച്ചു. അത് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് അതും ഉഴുന്നും പോട്ടെ, ഉലുവയുണ്ടല്ലോ, ഒലിവയും കൂടെ എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് തിളപ്പിക്കണം 5 to 10 മിനിറ്റ്സ്. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ഒക്കെ ആവും. അതൊന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ തലയിൽ അടിക്കാം. എൻ്റെ സ്പ്രേ ബോട്ടിൽ കാണാത്തത് കൊണ്ടും ഞാൻ സിറിഞ്ചിൻ്റെ ആ സൂചി എടുത്ത് കളഞ്ഞിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. ബുദ്ധിക്കാണ് നമ്മുടെ അടുത്ത് ക്ഷാമം. ഇതൊക്കെ എന്ത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. ഇത് വന്നിട്ട് ഞാനാണെങ്കിൽ അപ്ലൈ ചെയ്ത് 2-3 ദിവസം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു മണ്ടത്തരത്തിന് കുറവൊന്നുമില്ലല്ലോ, മണ്ടത്തരമാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് കിടന്നു. അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു. എൻ്റെ തല നന്നായിട്ട് ഡാൻഡ്രഫ് ആയിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ കുളിക്കുന്നതിന് ഒരു 20-30 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വാഷാക്കി കളയാം. ഒരിക്കലും രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങല്ല, ഡാൻഡ്രഫ് ആവും. അനുഭവം ഗുരു, അതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെ ചെയ്യില്ല. ഓക്കെ, പിന്നെ ടോണറാണോ ഓയിലാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടോണറാണ് നല്ലതെന്ന്. മറ്റേ ഓയിലിനേക്കാൾ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാനും എല്ലാം ടോണർ നമുക്ക് എന്ന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഓയിൽ നമുക്ക് വീക്കിലി 2 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ടോണറാണ്. പിന്നെ എൻ്റെ അവസാനം എന്താണ്, എൻ്റെ കേക്ക് റെഡി. ഇതിപ്പോൾ കേക്ക് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ഞാൻ പെയിൻ്റൊക്കെ എടുത്ത് സുന്ദര കുട്ടപ്പനാക്കി. സൈഡിൽ റെഡും പിന്നെ ചുറ്റിനും ഒരു എസ്തറ്റിക്കൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതെന്തായെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ടോണറൊക്കെ തേച്ചിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചേക്കുക. ഇനി ഞാൻ പോയി കഴിച്ചു. ഞാൻ എന്ത് കഴിച്ചാ, ഈ ഒരു ബന്നിനകത്ത് ക്രീമുള്ള സാധനം ഉണ്ടല്ലോ, ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ക്രീമും ചോക്ലേറ്റും ഒക്കെ ഉള്ളത്. അത് കറക്റ്റ് കാണാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിനൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ. വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഗേൾസിന് ടാറ്റാ ബൈ ഞാൻ പഠിക്കാൻ പോവാണ്. ടാറ്റാ.